ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണസദ്യയിലേക്ക് ഒഴിച്ചുകൂടാനാത്ത ഒരു ഐറ്റം ആണല്ലോ പച്ചടി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക കൊണ്ടുള്ള ഒരു പച്ചടിയാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ വെള്ളരിക്ക അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വെള്ളരിക്കയുടെ ഒരു പകുതിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാനിപ്പം ഇതുപോലെ പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയത്ത് ഈ പച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ വെള്ളരിക്ക പച്ചടിക്ക് വേണ്ടിയുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനി ഈ പച്ചടിയിൽ ചേർക്കാനുള്ള തൈരൊന്ന് ഉടച്ചെടുക്കുക. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ട് ഞാനൊരു 1/2 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. ഇനി നമുക്ക് പച്ചടി ഒന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടി ഞാനിവിടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ച് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഈ പാത്രം ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും ആ താളിച്ചൊഴിച്ചതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ കറിയിൽ നന്നായിട്ട് കിട്ടും. അതിനുശേഷം പാത്രം തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സദ്യയുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ പച്ചടി. ഈ വെള്ളരിക്ക പച്ചടി മാത്രമല്ല, പലതരത്തിൽ പച്ചടി ഉണ്ടല്ലോ. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഈ വെള്ളരിക്ക പച്ചടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഹനാസ് റെസിപ്പീസ്.